നമസ്കാരം. കരുളായിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്ന കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30യോടെയാണ് ശാന്തയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അടുക്കള ഭാഗത്ത് അടുപ്പിനടിയിലായി സൂക്ഷിച്ചിരുന്ന നിലയിലാണ് കത്തി. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് കരുളായി കുണ്ടുങ്ങൽ പുളിക്കത്തടത്തിൽ സുനിൽ ബാബുവിന്റെ ഭാര്യയായ രജില എന്ന 30-കാരി സുനിൽ ബാബുവിന്റെ അമ്മ 70-കാരിയായ ശാന്ത വെട്ടിക്കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാവിലെ 6:30യോടെയാണ് ഈ ഒരു സംഭവം. ഓട്ടോ തൊഴിലാളിയായ സുനിൽ ബാബു ഈ ഒരു സമയം ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. രാവിലെ ചായ ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയാണ് ഈ ഒരു തർക്കം ആദ്യം ഉടലെടുത്തത്. പിന്നീട് നടന്ന സംഭവങ്ങൾ ഒരു പ്രകോപനത്തിന് കാരണമായി എന്നും പറയുന്നു. ഗ്യാസ് അടുപ്പിൽ ചായ ഉണ്ടാക്കുന്നതിനെ ചൊല്ലി രജിലയും ശാന്തയും തമ്മിൽ വഴക്കുണ്ടായി എന്നും ശാന്ത ഉണ്ടാക്കിയ ചായ രജില എടുത്ത് കളഞ്ഞതുമാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത്. ഈ സമയത്താണ് ശാന്ത അരിവാൾ ഉപയോഗിച്ച് രജിലയെ വെട്ടുന്നത്. ഇവർക്ക് പുറമെ രജിലയുടെ 2 പെൺമക്കൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു. 10ഉം 4ഉം വയസ്സുള്ള പെൺകുട്ടികളാണ് അമ്മയുടെ കൊലപാതകത്തിന് സാക്ഷികളായത്. കുട്ടികളുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് അയൽക്കാർ ഓടിയെത്തിയതും രജിലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. രാവിലെ 6:30യോടെ വീട്ടിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ട നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും കിടപ്പുമുറിയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന രജിലയും കരയുന്ന കുട്ടികളെയുമാണ് ഇവർ കണ്ടത്. നാട്ടുകാർ എത്തിയ സമയത്ത് കയ്യിലെ ചോര കഴുകിക്കളയുകയായിരുന്നു ശാന്ത. എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ ചോദിച്ചെങ്കിലും ശാന്ത മറുപടിയൊന്നും പറയാതെ നിന്നു. തുടർന്ന് രജിലയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴും രക്തത്തിൽ മുങ്ങിയ നൈറ്റിയും ധരിച്ച് നിൽക്കുകയായിരുന്നു ശാന്ത. ഇവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ പ്രചരിച്ചിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മൃതദേഹം വൈകുന്നേരം 6 മണിയോടെ തന്നെ കൊയലമുണ്ടയിലെ രജിതയുടെ ബന്ധുവീട്ടിലേക്കാണ് കൊണ്ടുപോയത്. മലപ്പുറത്ത് നിന്ന് എത്തിയ വിരലടയാള വിദഗ്ധർ പി നൂറുദ്ദീൻ, സയന്റിഫിക് ഓഫീസർ ഇഷാഖ്, ഫോട്ടോഗ്രാഫർ പി വിമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവുകൾ ശേഖരിച്ചത്. സ്വന്തം അമ്മ വെട്ടേറ്റ് വീഴുന്നത് കണ്ട് ഭയന്ന് വിറച്ച പിഞ്ചുകുട്ടികളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് ആ നാട്ടുകാർ ഓടിക്കൂടിയത്. രക്തം വാർന്ന് നിലത്ത് വീണ രജില കുട്ടികളോട് കുടിക്കുവാനായി അല്പം വെള്ളം ചോദിച്ചു. എന്നാൽ കുട്ടികൾ വെള്ളമെടുത്ത് നൽകുന്നതിനിടയിൽ തന്നെ ആ യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ശരീരമാസകലം ഗുരുതരമായി വെട്ടേറ്റതാണ് മരണകാരണം. രജിലയുടെ ഭർത്താവ് സുനിൽ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. ടാപ്പിംഗ് തൊഴിലാളിയായ ഇയാൾ തന്റെ ഓട്ടോറിക്ഷയുമായി രാവിലെ തന്നെ ജോലിക്ക് പോയ സമയത്താണ് ഈ ഒരു കൃത്യം നടന്നത്. വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ ചായ തിളപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രജിലയും ശാന്തയും തമ്മിൽ തർക്കമുണ്ടായി. ശാന്ത ഉണ്ടാക്കിയ ചായ രജിലയ്ക്ക് ഇഷ്ടപ്പെടാതെന്നതിനെ തുടർന്ന് അതെടുത്ത് കളഞ്ഞതോടെയാണ് ശാന്ത പ്രകോപിതയായത്. ഉടൻ തന്നെ വാക്കത്തിയുമായി വന്ന മുറി തള്ളി തുറന്ന മുറിയിൽ മക്കൾക്കൊപ്പം കിടക്കുകയായിരുന്ന രജിലയെ തുരുതുര വെട്ടുകയായിരുന്നു. ചോര ചീറ്റുന്നൊരവസ്ഥയിൽ പുറത്തേക്ക് ഓടുന്നതിനിടെ രജില വാതിൽക്കൽ തളർന്നു വീണു. ഉടൻ തന്നെ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ട് രജിലയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നാട്ടുകാർ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കഴുത്തിലും മുഖത്തും തലയിലും കയ്യിലും വെട്ടേറ്റിട്ടുണ്ട്. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവായിരുന്നു മരണ കാരണമായതും. ഭർത്തൃമാതാവിന്റെ വെട്ടേറ്റ് മരിച്ച രജിലയുടെ കൊലപാതകത്തിന് സാക്ഷിയായത് ഇവരുടെ 10ഉം 4ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ്. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ അനാഥമായത് ഈ ചെറിയ 2 കുരുന്നുകളാണ്. അവസാന ശ്വാസത്തിനായി പിടയുന്ന രജിലയെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി അസൈൻ നായരുടെയും മെമ്പർ ഉമ്മുസൽമ അസൈൻ നായരുടെയും നേതൃത്വത്തിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കൊണ്ടുപോകാൻ ഒരുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴും രക്തത്തിൽ കുതിർന്ന നൈറ്റിയും ധരിച്ചുകൊണ്ട് ആ സ്ഥലത്ത് നിൽപ്പായിരുന്നു ശാന്ത. പോലീസിനെ കണ്ടപ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, പോലീസ് വന്നു, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല എന്ന്. ഉടൻ തന്നെ ഇവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു. പിന്നീടാണ് ശാന്തയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയത്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. വൈകിട്ട് 4:30യോടെയാണ് തെളിവെടുപ്പൊക്കെ തന്നെ പൂർത്തിയായത്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്ന കത്തി അടുക്കള ഭാഗത്തുള്ള അടുപ്പിനടിയിലായിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ തന്നെ പല വീടുകളിലും പതിവായിരിക്കാം. പക്ഷേ ആ ദേഷ്യം ഒരു നിമിഷം നിയന്ത്രിച്ചിരുന്നെങ്കിൽ, ആ വാക്കത്തി താഴെ ഇട്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞുങ്ങൾ അനാഥമാകില്ലായിരുന്നു. ഒരു നിമിഷത്തെ പ്രകോപനം ജീവിതകാലം മുഴുവൻ നീളുന്ന ദുരന്തമായി മാറും. ദേഷ്യം വരുമ്പോൾ ആ സ്ഥലം വിട്ടുമാറുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ തർക്കങ്ങൾക്കിടയിൽ ബലിയാടാവുന്നത് ആ വീട്ടിലെ കുട്ടികളാണ്. അവരുടെ മാനസികാവസ്ഥയെ അത് തകർക്കുകയും മരുമകളോ സ്വന്തം മകളായോ അല്ലെങ്കിൽ അമ്മായിയമ്മയെ സ്വന്തം അമ്മയായോ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും മനുഷ്യർ എന്ന പരിഗണനയെങ്കിലും പരസ്പരം നൽകുക. ഉള്ളിൽ പകവച്ചുകൊണ്ടിരിക്കാതെ പ്രശ്നങ്ങൾ സമാധാനപരമായി സംസാരിച്ച് തീർക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമോ തേടുക. രജിലയുടെ മരണം നമുക്കൊക്കെ ഒരു പാഠമാകണം. ഒരു വീടിന്റെ ഐശ്വര്യം അവിടെയുള്ളവരുടെ സ്നേഹമാണ്, അല്ലാതെ ആയുധമല്ല.
ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മുടെ കാതുകളൊക്കെ മുഴങ്ങണം. ഇനി ഒരു വീടിന്റെ മുറ്റത്തും ചോര വീഴാതിരിക്കാൻ. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പരിഹാസം ഉയരുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ അവർക്ക് എന്തുകൊണ്ടൊരു ചായ ഇട്ട് കുടിച്ചുകൂടാ എന്ന്. തിരിച്ച് അവരും പറയുന്നുണ്ട്, ഞാൻ ചായ ഇട്ടപ്പോൾ അത് രജിലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ചായ എടുത്ത് കളഞ്ഞതെന്നും ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നും. ഈ അഡ്വക്കേറ്റ് ദീപക് ജോസഫ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു ചായ ഒരു ജീവനെടുത്തു. സംഭവം ഇങ്ങനെ: സാക്ഷര കേരളത്തിലെ നിലമ്പൂരിൽ നിന്നുള്ള വാർത്ത. നിലമ്പൂർ പൂക്കോട്ടുപാടം കൂറ്റമ്പാറ പള്ളിക്കുന്ന് കണ്ടൂങ്ങൽ പുളിക്കത്തടത്തിൽ രജിത മരണപ്പെട്ടത്. സംഭവത്തിൽ ഭർത്തൃമാതാവ് 75 വയസ്സ് ശാന്തയെ പൂക്കോട്ടുപാടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാവിലെ 6:30യോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. ഒരു വയസ്സായ സ്ത്രീ ഈ കൃത്യം നടത്തിയത് 2 കുരുന്ന് പെൺകുട്ടികളുടെ മുന്നിൽ വച്ചായിരുന്നു എന്നതും കണ്ണിൽ നനവ് പടർത്തി. അപ്പന്റെ അമ്മയിൽ നിന്നും സ്വന്തം അമ്മയെ രക്ഷിക്കാൻ ആ കുട്ടികൾ ശ്രമിച്ചു പോലും. ഒടുവിൽ അവരുടെ കരച്ചിൽ കേട്ട് വന്ന അയൽവാസികൾ കണ്ടത് ചേതനയേറ്റ അവരുടെ കേവലം 28 വയസ്സുള്ള അമ്മയെ. പോലീസ് വന്ന് അരുംകൊല ചെയ്ത് 75 വയസ്സായ സ്ത്രീയെ കൊണ്ടുപോകുന്ന സീൻ. ഒരു കവറൊക്കെ തൂക്കിപ്പിടിച്ച് മാസാമാസം 650 രൂപ ശമ്പളം മേടിക്കാനും രാവിലെ ബെഡ് കോഫി, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് നോൺ വെജ്, ചോറ്, 4 മണി കാപ്പി, രാത്രി ചിക്കൻ, ചപ്പാത്തി കഴിക്കാൻ പോകുന്ന പോക്ക്. ഒരു സ്ത്രീ, ഒരമ്മയും അമ്മായിയമ്മയും മുത്തശ്ശിയും ഒക്കെ ആയത് ഭയാനകം. ഫാമിലി കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പല പെൺകുട്ടികളും പറഞ്ഞ ഒരു അനുഭവം ഈ അമ്മായിയമ്മ എന്ന സത്യത്തെക്കുറിച്ചാണ്. മകന്റെ ജീവിതത്തിലെ സന്തോഷം മുഴുവൻ ഇല്ലാതാക്കുന്ന മരുമകളെ സ്വന്തം മകളായി കാണാൻ കഴിയാത്ത ഒരു സ്ത്രീ. എന്നാൽ ഇമാതിരി കഥകൾ കൂടുതലും മലയാളി അമ്മായിയമ്മമാരിൽ നിന്നാണ് കേൾക്കാൻ കഴിയുക. വിവരവും ബോധവും ഇല്ലാത്ത ഒരു അമ്മായിയമ്മമാരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. മകൻ കല്യാണം കഴിക്കുന്നത് അമ്മയ്ക്ക് കൈക്ക് വെള്ളം കൊണ്ടു കൊടുക്കുവാനാണെന്ന്, തന്റെ ദാസ്യവേല ചെയ്യാനാണെന്ന്. 28 വയസ്സിൽ 2 കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീ. അവൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ കാണും. ഒന്നുകിൽ അവളുടെ മാസമുറയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ കാരണം അവൾ എഴുന്നേറ്റില്ല. ഒരു ചെറുപ്പക്കാരിയെ വെട്ടിക്കൊല്ലാൻ ആരോഗ്യമുള്ള സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഒരു ചായ ഇട്ട് കുടിക്കാൻ കഴിയാതിരുന്നത്? ജീവിതം മുഴുവൻ അശാന്തയായ അവരുടെ പേര് ശാന്ത. ജീവനിൽ പേടിയുള്ള പെൺകുട്ടികൾ തന്റെ ഭർത്താവിനെ വിളിച്ച് വേറെ ജീവിതം തുടങ്ങാൻ കാരണം ഇതുപോലുള്ള ശാന്തമാരാണ്. ഒതുക്കം കൂടിയ അമ്മായിയമ്മ അച്ഛന്മാരുള്ള വീട്ടിൽ ഭരണം നടത്തുക ശാന്തമാരായിരിക്കും. ഫലമോ അശാന്തി. ഞങ്ങളുടെ കല്യാണ പ്രായമടുത്ത സമയത്ത് അമ്മയില്ലാത്ത ചെക്കൻ മതി എന്ന് പെൺകുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് അതൊക്കെ തമാശയായി കണ്ടിരുന്നുവെങ്കിലും ഇന്ന് അതൊരു സത്യമായി മാറുന്നു. കഴിഞ്ഞയിടയ്ക്ക് സുപ്രീം കോടതിയിൽ വെച്ച് മീഡിയേഷൻ നടന്ന കേസിൽ പെൺകുട്ടിയുടെ സ്വർണം തിരിച്ചു കൊടുക്കണമെന്ന് ഭർത്താവിനോട് പറയുമ്പോൾ അയാൾ പുറത്തിറങ്ങി അമ്മയോട് പെർമിഷൻ ചോദിക്കുന്നത് കണ്ടു. മറ്റൊരു കേസിൽ 2 ആൺമക്കളുടെ ഭാര്യമാരെയും വീട്ടിൽ നിന്ന് തള്ളി ഇറക്കി വിട്ടു എന്ന് മാത്രമല്ല, അവരുടെ 75 പവൻ സ്വർണം എടുത്തു വിറ്റു. അപ്പോൾ സ്വർണവുമില്ല, കാശുമില്ല, പക്ഷെ ഡിവോഴ്സ് വേണം താനും. പിന്നെ ഒരു അമ്മ, മകനും മരുമോളും കിടക്കുന്ന വാതിൽക്കൽ കട്ടിൽ ഉരുട്ടിക്കൊണ്ടുവന്ന് കിടക്കും. അമ്പലത്തിൽ പോലും മകനും മരുമകളും ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കില്ല. ഉടുത്തുകെട്ടി കൂടെ ചാടും. ഇനിയുമുണ്ട് അമ്മായിയമ്മ പോരിന്റെ അനേകം കഥകൾ. പ്രിയപ്പെട്ട അമ്മമാരെ, ആ പഴയ കാലം കഴിഞ്ഞു. നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് പെണ്ണുങ്ങൾ പേടിച്ചു നിൽക്കുന്ന കാലം. ഇന്നലെ ശാന്തയുടെ വെട്ടുകത്തി പ്രയോഗം മറികടക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഇന്നത്തെ മരുമക്കൾ ചെയ്യും. കാരണം ഇനി ഒരു രചിത ഉണ്ടാകാതിരിക്കാൻ മരുമകൾ സ്വയം പര്യാപ്തമാകും. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും സന്തോഷവും മടക്കിക്കൊടുക്കാൻ ഏതൊരു മരുമകളും ശ്രമിക്കും. പക്ഷേ അവരെ സ്വന്തം മക്കളായി കാണാൻ കഴിയണമെന്ന് മാത്രം. അവളെയും ഒരു അപ്പനും അമ്മയും വളർത്തി വലുതാക്കി നിങ്ങളുടെ മകനെ ഏൽപ്പിക്കുമ്പോൾ എന്ത് പ്രതീക്ഷയുണ്ടാകും അവർക്ക്? 28 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശരാശരി പെൺകുട്ടികൾ വിവാഹത്തിനൊരുങ്ങുന്ന സമയം. ആ കാലയളവിൽ രജിത 2 കുട്ടികളുടെ അമ്മയും. ഒരു ചായയ്ക്ക് വേണ്ടി അവളുടെ ജീവൻ എടുത്തപ്പോൾ ഒരിക്കലെങ്കിലും അവളുടെ ജീവനമോ അവളുടെ മക്കളുടെ ജീവനമോ നിങ്ങൾ ഓർത്തോ? ഇനി ആ കുട്ടികളുടെ ഉള്ളിലുണ്ടായ മുറിവും ഭീകരതയും ഇന്ന് മാറുമോ? അവരുടെ തകർന്ന ഉള്ളം ആർക്ക് നേരെയാക്കാൻ കഴിയുമോ? ഭർത്താവ് അമ്മയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളിൽ രചിതമാർ വെട്ടുകത്തിക്കൊണ്ട് കൊല്ലപ്പെടും. അമ്മയെയും ഭാര്യയെയും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുത്താനും കരുതാനും ഓരോ പുരുഷനും പഠിക്കേണ്ടതുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ഭാര്യയോ ഭാര്യയ്ക്ക് വേണ്ടി അമ്മയോ ഉപേക്ഷിക്കാനല്ല, പുരുഷന് ഇവർ 2 പേരും വേണം, ഒപ്പം മക്കളും. സ്ത്രീ സുരക്ഷിതയാണോ? സ്വന്തം വീട്ടിലും ചെന്നുകയറിയിടത്തും, പൊതുവഴിയിലും, ക്ലാസ് മുറിയിലും, കോളേജ് ക്യാമ്പസിലും, ജോലിയിടങ്ങളിലും അവളുടെ ജീവന് ഒരു വിലയുമില്ലേ? മോളെ രചിതയെ മാപ്പ് എന്നായിരുന്നു ആ കുറിപ്പ്.